നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിയാറ്റിനാണ്. രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നു എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ക്രിയാറ്റിൻ്റെ അളവ് കൂടിയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ക്രിയാറ്റിനിൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയാറ്റിനിൻ ഉണ്ടാകുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു കെമിക്കലുണ്ട്, ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു കെമിക്കലാണ്. പ്രത്യേകിച്ചും മസിൽസിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്ക് ഇപ്പം ആവശ്യമായിട്ടുള്ള ഊർജം കൊടുക്കുന്ന ആളാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ ലിവറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്രിയാറ്റിൻ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിനിൻ. ഇപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ശരീരത്തിലുണ്ടാകുന്നൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിനിൻ. അപ്പോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു വസ്തുവാണ് ക്രിയാറ്റിനിൻ. അപ്പോൾ ആവശ്യമില്ലാത്ത വസ്തുക്കളെ റിമൂവ് ചെയ്യുക എന്നുള്ളത് കിഡ്നിയുടെ ഫങ്ഷനാണ്. അപ്പോൾ കിഡ്നിയിലൂടെ ഇതിനെ ഫിൽട്ടർ ചെയ്ത് കളയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നോർമൽ ലെവൽ ഓഫ് ക്രിയാറ്റിനിൻ നമ്മുടെ ബോഡിയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അതൊരു 0.7 to 1.3 mg/dL ആണ്. പവർ റേഞ്ചാണ് 0.7 to 1.3. ഇത് ഒരു 2ന് മുകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മളത് ക്രിയാറ്റിനിൻ കൂടി അതൊരു ഡേഞ്ചറസ് ലെവലിലേക്ക് എത്തി എന്നൊക്കെ പറയുന്നത്. ക്രിയാറ്റിൻ്റെ ലെവൽ നല്ല ഹൈ ആകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതായത് കിഡ്നിയിലൂടെ ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാത്തത് കൊണ്ടാണ് ഇത് ബ്ലഡിൽ ഇതിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കും നോക്കാം. അതിൽ ആദ്യം എക്സർസൈസാണ്. എക്സർസൈസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ മസിൽസ് നന്നായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ അതിന് എനർജി കൊടുക്കുന്ന ആളാണ് ക്രിയാറ്റിൻ. ഇപ്പോൾ ക്രിയാറ്റിൻ രാസപ്രവർത്തനങ്ങളൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റാണ് ക്രിയാറ്റിൻ. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മസിൽസ് നല്ല വർക്ക് ചെയ്യുമ്പോൾ അതിന് നല്ല എനർജി വേണ്ടി വരും. അപ്പോൾ ഈ എനർജി ക്രിയാറ്റിൻ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ക്രിയാറ്റിനിൻ ഒരുപാട് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എക്സർസൈസിൻ്റെ സമയത്ത് ക്രിയാറ്റിനും കൂടാം. അതുപോലെ ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം ഉണ്ടാകുന്ന സമയത്ത് കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ കിഡ്നിക്ക് ഇതിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്ത മൂന്നാമത്, നമ്മൾ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ചും റെഡ് മീറ്റ് പോലത്തുള്ള ആഹാര പദാർത്ഥങ്ങൾ. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബീഫ്, പോർക്ക് അങ്ങനെയുള്ള ഇറച്ചി വർഗ്ഗങ്ങളാണ് വരുന്നത്. അത് ഒരുപാട് കഴിക്കുമ്പോൾ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് വൃക്ക സംബന്ധിച്ച എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് നിൽക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വൃക്കയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ വരുമ്പോഴാണ് ഇതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കുക. പിന്നെ ചില മെഡിസിൻസ് ആണ് നമ്മൾ റെഗുലറായിട്ട്, ഇപ്പോൾ പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കും. പിന്നെ അടുത്ത ഒരു കാരണം നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്കൊക്കെ അറിയാം. ഡയബറ്റീസ്, BP അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള ഡയബറ്റീസ്, BP ഒക്കെ അൺകൺട്രോൾഡ് ആയിട്ട് പോവുകയാണെന്ന്, അതായത് ഒരു ലെവലിൽ കൂടുതലായിട്ട് എപ്പോഴും ഇത് ഹൈ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. നമ്മളത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോളോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ഥിരമായി ഇതിൻ്റെ ലെവൽ, ഷുഗറിൻ്റെ ലെവലും BPയുടെ ലെവലും ഒക്കെ ഹൈ ആയി നിന്നാൽ അത് പതിയെ ഈ ക്രിയാറ്റിൻ്റെ ലെവൽ ഉയർത്തിക്കൊണ്ടുവരും. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതാണ്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും. അപ്പോൾ ഈ ക്രിയാറ്റിനെ ഫിൽട്ടർ ചെയ്യുന്നതിൽ അളവിൽ കുറവ് വരും. ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കും. പിന്നെ നമ്മൾ പറഞ്ഞു കിഡ്നിയുടെ പല അസുഖങ്ങളും, അതിൽ സ്റ്റോണൊക്കെ ഉള്ളവർക്കും ഇതുപോലെ യൂറിൻ പോകാതെ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. പെയിൻ കാരണം യൂറിൻ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ യൂറിൻ കെട്ടി നിൽക്കുമ്പോഴും ക്രിയാറ്റിൻ്റെ അളവ് കൂടാം. പിന്നെ ഒരു കണ്ടീഷൻ ഒബിസിറ്റി, അമിതമുള്ള ആൾക്കാരിലും ഇതുപോലെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കാറുണ്ട്. ഈ ക്രിയാറ്റിൻ്റെ അളവ് രക്തത്തിൽ കൂടി നിന്നാൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. മിക്കപ്പോഴും നമ്മളിത് മനസ്സിലാക്കുന്നത് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും. ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും കണ്ടീഷന് വേണ്ടിയിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും ഇതുപോലെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊരു 2ന് മുകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ 50% കിഡ്നിയുടെ ഫംഗ്ഷന് തകരാറ് വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മൾ ഈ പറഞ്ഞ ഒരു 1.3, 1.6ന് മുകളിലോട്ടൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മളതിന് വേണ്ട മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം.
ഇപ്പം രക്തത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിന്നാൽ ട്രീറ്റ്മെൻറ്റിന് പുറമെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായി ശ്രദ്ധിച്ചാൽ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താമെന്ന് നോക്കാം. അതിൽ ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സസൈസ് നമ്മൾ ഓവറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ മസിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന് ധാരാളമായിട്ട് എനർജി ആവശ്യം വരും. അപ്പോൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ക്രിയാറ്റിൻ്റെ അളവ് കൂടാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസിൻ്റെ അളവൊന്ന് കുറയ്ക്കണം. ഒരുപാട് സ്ട്രെയിൻ എടുത്തുള്ള എക്സസൈസുകൾ, വെയിറ്റ് എടുക്കുന്ന പോലുള്ള ഒരുപാട് സ്ട്രെയിൻ ചെയ്തുള്ള എക്സസൈസുകളെ ഒന്ന് ഒഴിവാക്കി പകരം ചെറിയ രീതിയിൽ വാക്കിങ്, ജോഗിങ് പോലുള്ള എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ എക്സസൈസ് തീർത്തും ഒഴിവാക്കാനല്ല പറയുന്നത്, ഒരുപാട് സ്ട്രെയിൻ ഉള്ള എക്സസൈസിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് വാക്കിങ്ങോ ജോഗിങ്ങോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മളൊരു കാരണം പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് നമ്മൾ ധാരാളം കഴിച്ചാൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോട്ടീൻ്റെ അളവൊന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതൊക്കെയാണ് ബീഫ്, പോർക്ക് പോലുള്ള റെഡ് മീറ്റ്, താറാവ് ഇറച്ചിയൊക്കെ പോലുള്ള റെഡ് മീറ്റാണ്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. അപ്പോൾ നല്ല കൂടി നിൽക്കുന്നവരാണെങ്കിൽ ഈ ഇറച്ചിയൊക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നീട് പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ ഒഴിവാക്കുക. ചായ, കോഫിയൊക്കെ പാല് ചേർത്ത് കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ പച്ചക്കറിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, പച്ചക്കറിയിൽ പയറുവർഗ്ഗങ്ങളുണ്ടല്ലോ, പയറുവർഗ്ഗങ്ങളുടെ അളവ് നമ്മൾ കുറയ്ക്കണം. പിന്നെ നമ്മൾ ഇത് കുറയ്ക്കുന്നതിന്, നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് ഒന്ന് മോര്, പിന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കിഡ്നിയുടെ എന്തെങ്കിലും തകരാറ് മൂലമാണ് ഇതുപോലെ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്നത് ആണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അധികമായിട്ട് കുടിച്ചാൽ അതും കിഡ്നിക്ക് ഓവർലോഡാവും. അപ്പോൾ അത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എത്ര വെള്ളം കുടിക്കണം, ഇതിൻ്റെ കാരണം മനസ്സിലാക്കി എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതൊരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടിയിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. പിന്നെ നമ്മളെല്ലാ കണ്ടീഷൻസിനും പറയാനുള്ളതാണ് പ്രോസസ്ഡ് ഫുഡ്, കോളയൊക്കെ പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ വളരെ അൺഹെൽത്തിയാണ്. ഇതിനെല്ലാം പരമാവധി നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രിയാറ്റിനെ കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കണ്ടീഷൻസും, ക്രിയാറ്റിനും കൂടുന്ന എല്ലാ കണ്ടീഷൻസും കിഡ്നിയുടെ തകരാറാവണം എന്നില്ല. എല്ലാം ഡയാലിസിസ് പോലുള്ള ഇതിലേക്ക് നീങ്ങണം എന്നുമില്ല. നമ്മളീ പറഞ്ഞ പോലെ BP, ഷുഗറൊക്കെ കൺട്രോൾഡ് അല്ലെങ്കിലും ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കാം. അത് പക്ഷേ പതിയെ കിഡ്നിയെ ബാധിക്കും. അപ്പോൾ നമ്മൾ എത്രയും നേരത്തെ തന്നെ അത് ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യുക.